ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബുക്ക് സമ്മറിയാണ് കേൾക്കാൻ പോകുന്നത്. ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ് ബൈ മാരി കോണ്ടോ. നമ്മുടെ റൂം എത്ര നന്നായി ക്ലീനാക്കി വെച്ചാലും നമ്മുടെ മേശയിലും പുസ്തകങ്ങളിലും ഒക്കെ കുറച്ച് പൊടിയൊക്കെ കാണാറുണ്ട്. അവയെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത വസ്തുക്കളാണ്. വെറുതെ വീട്ടിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. പഴയ പുസ്തകങ്ങൾ, ഫോട്ടോകൾ, എക്സെട്ര എക്സെട്ര. ഇങ്ങനെ പഴയ സാധനങ്ങൾ, ഉപയോഗിക്കാത്തവ സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ക്ലട്ടർ ഉണ്ടാകുന്നു. നമ്മളിങ്ങനെ പല വസ്തുക്കളും നമുക്ക് ആവശ്യമില്ലാത്തവ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മാരി കോണ്ടോ ഒരു ജപ്പാനീസ് സീക്രട്ട് ഉപയോഗിച്ച് ഇവയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ ലൈഫ് സോർട്ടഡ്, ക്ലീൻ, ഹാപ്പി ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പറയുന്നു. വളരെ ഈസി ആയിട്ടുള്ള ടിപ്സുകളാണ് മാരി കോണ്ടോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ടിപ്പുകൾ നമ്മുടെ ഓഫീസിലോ വീട്ടിലോ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, പകരം ഇത് നമ്മുടെ മനസ്സിനെയും ക്ലിയർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആയിട്ട് മാരി കോണ്ടോ വിവരിക്കുന്നു. മാരി കോണ്ടോ പറയുന്നു, നിങ്ങളുടെ ജീവിതം വളരെ ക്ലീൻ, ക്ലിയർ, ഓർഗനൈസ്ഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ സ്പേസ് ക്ലീൻ ചെയ്യണം. സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ്. അതിനായിട്ട് ആദ്യം ആ സ്പേസ്, ഓഫീസോ അല്ലെങ്കിൽ റൂമോ വീടോ, അത് മനസ്സിൽ ആദ്യം ക്ലിയർ ആയിട്ട് കാണണം. മാരി കോണ്ടോ പറയുന്നു, ഈ ഫസ്റ്റ് ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മാരി കോണ്ടോയുടെ ഒരു ക്ലയൻറ്റിൻ്റെ ആഗ്രഹമാണ് ശരീരമാസകലം എണ്ണയൊക്കെ തേച്ച് നല്ല രീതിയിൽ യോഗയൊക്കെ ചെയ്ത് പിന്നെ ഒരു ഹെർബൽ ടീ കുടിച്ച് ഒരു പുൽ മൈതാനത്തിൽ ഇരിക്കുന്നതെല്ലാം അവരുടെ ആഗ്രഹമാണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിൽ ക്ലിയർ ആയിട്ട് കാണേണ്ടത് ആവശ്യമാണ്. എപ്പോഴാണോ നമ്മൾ മനസ്സിൽ എന്താണോ വേണ്ടത് അത് കാണുന്നത്, ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വളരെ എളുപ്പമായിരിക്കും. ടൈഡി സ്പേസ്, അതായത് വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു റൂം, ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം എന്നതിൻ്റെ അർത്ഥം എന്തെങ്കിലും ആവശ്യ സമയത്ത് പെട്ടെന്ന് എടുക്കാൻ സാധിക്കണം. അതാണ് ടൈഡി സ്പേസ് എന്ന് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ടൈഡി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചുറ്റും എന്താണ് വേണ്ടത്, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് എന്താണ്, അതിനെപ്പറ്റി ഒരു ക്ലിയർ ധാരണ ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അലമാരിയിൽ എത്രമാത്രം ഡ്രസ്സുകളാണ്. നിങ്ങളെന്താ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? അവയെല്ലാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കൂ. നിങ്ങൾ ഒരിക്കലും ഇടാൻ പോകുന്നില്ല എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ അലമാരിയിൽ നിന്ന് പുറത്തെടുക്കുക, അവ മറ്റുള്ളവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ധാരാളം പുസ്തകങ്ങൾ നിങ്ങളുടെ അലമാരയിലും മേശയിലും ഉണ്ടാകും. അവയെല്ലാം നിങ്ങൾ വായിച്ചതായിരിക്കാം, വായിക്കാത്തതായിരിക്കാം. ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞതാണെങ്കിലും വായിച്ചു കഴിഞ്ഞതാണ്, പ്രസൻറ്റിൽ ഉപയോഗിക്കുന്നില്ല. അതല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വാങ്ങാൻ സാധിക്കും. അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ ഈ പുസ്തകങ്ങളും ആർക്കെങ്കിലും കൊടുക്കുക. ഈ പുസ്തകങ്ങളും ഉപയോഗമുള്ളവർക്ക് നൽകുക. ഇതിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളൊരു കമാൻഡ് കൊടുക്കുകയാണ്, എന്താണോ എനിക്ക് വേണ്ടത് അത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും. ടൈഡി സ്പേസ്, അതായത് ഓർഗനൈസ്ഡായ സുവ്യവസ്ഥിതമായ ഒരു സ്പേസ്, ഒരു റൂം എന്നതിൻ്റെ അർത്ഥം ഇത് മാത്രമല്ല. അതായത് നിങ്ങളുടെ റൂമിൽ എല്ലാം ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പേസിൽ നിന്ന് ഉപയോഗിക്കാത്ത വസ്തുക്കളെ മാറ്റിക്കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുന്നു, നമ്മുടെ മനസ്സിലും ശരീരത്തിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നു. ഉപയോഗിക്കാത്ത വസ്തുക്കളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നൽകുക. ഇനി റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവയാണെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നൽകുക. ചില വസ്തുക്കൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്തവയായിരിക്കും, അവ കളയുക. ചില വസ്തുക്കൾ
കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും, ഇത് കളയണോ വേണ്ടയോ, ആർക്കെങ്കിലും കൊടുക്കണോ വേണ്ടയോ. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക, എന്താ ഈ വസ്തു എനിക്ക് പ്രയോജനമുള്ളതാണോ? ഈ വസ്തു എനിക്ക് സന്തോഷം തരുന്നുണ്ടോ? ചില വസ്തുക്കൾ വളരെ സുന്ദരമായിരിക്കും, വില കൂടിയതായിരിക്കും. നിങ്ങളുടെ അടുത്ത് വയ്ക്കുന്നതിലൂടെ പ്രയോജനം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എങ്കിൽ അവയുടെ മൂല്യമനുസരിച്ച് ചിലത് കളയാം, അല്ലെങ്കിൽ ചിലത് ആവശ്യമുള്ളവർക്ക് നൽകുക. ചില വസ്തുക്കൾ നിങ്ങൾക്ക് ചുറ്റും അനാവശ്യമായി ഉള്ളപ്പോൾ അത് നിങ്ങളുടെ ആങ്സൈറ്റി ലെവൽ കൂട്ടുന്നു, ചിന്തയെ വർദ്ധിപ്പിക്കുന്നു. ആ വസ്തുക്കളെ നോക്കി നടത്തണം, ക്ലീൻ ആക്കി വയ്ക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഷൂസ് അല്ലെങ്കിൽ ഡിസൈനുള്ള പ്രത്യേക ചെരുപ്പ് ഒരു ഫംഗ്ഷന് വേണ്ടിയോ മറ്റ് പ്രത്യേക ഫംഗ്ഷന് വേണ്ടി വാങ്ങിയതാണെന്നിരിക്കട്ടെ, അവ നിരന്തരം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. സാധാരണ പുറത്തു പോകുമ്പോഴൊന്നും അവ ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ അതെല്ലാം കോർണറിൽ കിടക്കുകയാണ്, റൂമിൻ്റെ ഒരു മൂലയിൽ കിടക്കുകയാണ്, അതിൽ മൊത്തം പൊടിയാണ്. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ മനസ്സിലാക്കുക, ഏതൊരാവശ്യത്തിനാണോ ഞാനത് വാങ്ങിയത് ആ ആവശ്യം കഴിഞ്ഞു, ഇനി അവയ്ക്ക് നന്ദി പറഞ്ഞ് വിട ചൊല്ലേണ്ട സമയമായി. സാധനങ്ങളെ മറ്റാർക്കെങ്കിലും കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ മാറ്റുമ്പോൾ, അതല്ലെങ്കിൽ കളയുമ്പോൾ അവയോട് നന്ദി പ്രകടിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇതിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ വർദ്ധിക്കും. നിങ്ങളിത് ചെയ്തു നോക്കൂ, വളരെ നല്ല ഫീലിംഗ് ഉണ്ടാവാൻ തുടങ്ങും. ഇതിലൂടെ നിങ്ങളുടെ സ്പേസ് ക്ലീൻ ആവുക മാത്രമല്ല, വലുതാകാൻ തുടങ്ങുകയും ചെയ്യും. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ സ്പേസ് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മനസ്സിലും ഉണ്ടാകാൻ തുടങ്ങും. അത് നിങ്ങളുടെ ആരോഗ്യത്തിലും മനസ്സിലും പോസിറ്റീവായ ഒരു അനുഭവം ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ സഹജവും സന്തോഷകരവുമാക്കും. അനാവശ്യ വസ്തുക്കളെ നിങ്ങളുടെ സ്പേസിൽ നിന്ന് മാറ്റുന്നതിനെ മാരിക്കോണ്ടോ ശരീരത്തിൽ ഉള്ള വിഷവസ്തുക്കളെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതുമായി ഉപമിക്കുന്നു. ഡീക്ലട്ടർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്പേസ് ഫ്രഷ് ആവാൻ തുടങ്ങുന്നു. ദിവസങ്ങളായി അതിനോടൊപ്പം പിടിച്ചു കിടന്ന പൊടിയും വസ്തുക്കളെ മാറ്റുന്നതിലൂടെ പോകുന്നു. അതിലൂടെ നല്ല ഫ്രഷായ ബ്രെത്ത്, ശ്വാസം എടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ പല വസ്തുക്കൾ നിങ്ങളുടെ റൂമിൽ നിന്ന് പോകുമ്പോൾ ശരീരത്തിലെ വേദനയും മറ്റ് അസ്വസ്ഥതകളും ഇല്ലാതാകുന്നത് അനുഭവമുണ്ടാവും. കാരണം അപ്പോൾ നമ്മുടെ ഇമോഷണൽ മെൻ്റൽ ഡിറ്റോക്സിഫിക്കേഷൻ തുടങ്ങുകയായി. കാരണം നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളോട് മാനസികമായും ഭാവനാപരമായും നമ്മുടെ മനസ്സ് കണക്റ്റഡ് ആണ്. ടൈഡിങ് അപ്പ്, അതായത് ക്ലീനായ ഓർഗനൈസ്ഡായ ഒരു സ്പേസിൽ ജീവിക്കുന്നതിലൂടെ നമ്മുടെ മെൻ്റൽ ഇമോഷണൽ ആരോഗ്യം വർദ്ധിക്കുന്നു. ഇതിനെ സോർട്ടഡ് എന്നാണ് പറയുന്നത്. ക്രമീകരിക്കപ്പെട്ട സുവ്യവസ്ഥിതമായ ഒരു അവസ്ഥ. സുവ്യവസ്ഥിതമായ ഒരു ജീവിതത്തിന് നമ്മുടെ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെയും ഇല്ലാതാക്കുന്നത് അത്യാവശ്യമാണ്. ഇതിനായി പഴയ ഡ്രസ്, പഴയ വസ്തുക്കൾ ഇവയെല്ലാം മാറ്റേണ്ടത് ആവശ്യമാണ്. കാരണം ആ വസ്തുക്കളും ഓർമ്മകളുമായി വളരെയധികം കണക്ഷനുണ്ട്. പഴയ വസ്തുക്കളെ മാറ്റുമ്പോൾ അതിനോടൊപ്പമുള്ള ഭാവനകളും ഇമോഷനും ഇല്ലാതാകുന്നു. നമ്മൾ ഇമോഷണലി ഫ്രീ ആകാൻ തുടങ്ങുന്നു. ഇതിനായി മാരി ചില അറിവുകൾ പറയുന്നു. ഒന്നാമത്തേത് ഫോട്ടോസ്. നമ്മളെല്ലാവരും ധാരാളം ഫോട്ടോസ് എടുക്കുന്നു. അവയെല്ലാം ഫ്രെയിം ചെയ്ത് നമ്മുടെ സ്പേസിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ നമ്മുടെ സ്പേസിനെ നമ്മൾ കുറയ്ക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന ഹോം അപ്ലയൻസസ്, അവയോടൊപ്പം ലഭിക്കുന്ന മാനുവൽസും അതിൻ്റെ കവറും എടുത്തു വയ്ക്കുന്നു. ആ മെഷീനെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാം. മാസങ്ങളായി നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നു, എങ്കിലും അതിൻ്റെ മാനുവൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. അവയെയും മാറ്റേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മുടെ കോളേജിലെയോ സ്കൂളിലെയോ പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും എടുത്തു വയ്ക്കാറുണ്ട്. ഇന്നതിൻ്റെ യാതൊരു പ്രയോജനവുമില്ല, ഒരു യൂസുമില്ല. മാരിക്കോണ്ടോ പറയുന്നു, ഇങ്ങനെ പഴയവയെ മാറ്റി കഴിയുമ്പോൾ
നിങ്ങളുടെ മൈൻഡിൽ സ്പേസ് വർദ്ധിക്കുകയും നിങ്ങളുടെ പാഷൻ, പർപ്പസ് ഇവ ക്ലിയർ ആവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് മനസ്സിലാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. മാരി കോണ്ടോയുടെ ഒരു ക്ലയൻറ്റിൻ്റെ അനുഭവം പറയുന്നു. മാരി കോണ്ടോയുടെ ഒരു ക്ലയൻറ്റ് മാരി കോണ്ടോ പറഞ്ഞതനുസരിച്ച് പഴയ പുസ്തകങ്ങളെയും എല്ലാം എടുത്ത് മാറ്റാൻ ആരംഭിച്ചു. അപ്പോൾ അവിടെ ധാരാളം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കാണാനിടയായി. ക്ലയൻറ്റിന് ഒരു കാര്യം ഓർമ്മ വന്നു. അവർ ആഗ്രഹിച്ച ഒരു ഫീൽഡിലല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ പാഷൻ സോഷ്യൽ സർവീസ് ആയിരുന്നു. അവർ അവരുടെ പ്രസൻറ്റ് ജോലി ഉപേക്ഷിച്ച് ഒരു ബേബി സിറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിലവർ വളരെ സക്സസ്ഫുള്ളായി. അതായത് നമ്മുടെ സ്പേസിനെ ക്ലിയർ, ടൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാഷൻ, നമ്മുടെ പർപ്പസ് ഇവയെല്ലാം ക്ലിയർ ആവാൻ തുടങ്ങുന്നു. പഴയ വസ്തുക്കളെ മാറ്റുന്നതിലൂടെ അതിനോട് ബന്ധപ്പെട്ട ഭാവനകളും മനസ്സിൽ നിന്ന് ഇല്ലാതാകുന്നു. മാത്രമല്ല, അത്യാവശ്യമുള്ള വസ്തുക്കൾ പെട്ടെന്ന് ലഭിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ തന്നെ അത്യാവശ്യമുള്ള വസ്തുക്കളെ കാണാനും സാധിക്കുന്നു. പ്രഷർ കുറയാൻ തുടങ്ങുന്നു. എല്ലാം ലൈറ്റ് ആവാൻ തുടങ്ങുന്നു. മാരി പറയുന്നു, സുവ്യവസ്ഥിതമായി ടൈഡപ്പ് ചെയ്ത ഒരു സ്പേസിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മൾ എടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇത് അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. വസ്തുക്കളെ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള വസ്തുക്കളെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവ ശരിയായ രീതിയിലാണോ വെച്ചിരിക്കുന്നത് എന്നുകൂടി ചെക്ക് ചെയ്യണം. അവയെ വെച്ചിരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഏത് ഓർഡറിൽ വേണമെങ്കിലും വെക്കാം. പക്ഷേ ആ ഓർഡറിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങണം. മാരിയുടെ ചില ക്ലയൻസ് പറഞ്ഞത് അവർ ചെറുപ്പം മുതലേ ടൈഡപ്പ് ചെയ്ത ഒരു കണ്ടീഷനിലല്ല ജീവിച്ചത്. ഒരിക്കൽ പോലും ടൈഡപ്പായിട്ട് ജീവിച്ചിട്ടില്ല. അതായത് ഏതോ വസ്ത്രം ധരിച്ചു, എന്തോ പുതച്ചു, അങ്ങനെ ജീവിച്ചിരുന്നു. പക്ഷെ എപ്പോഴാണോ ഇവർ സുവ്യവസ്ഥിതമായി ടൈഡപ്പ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത്, അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയിൽ, വ്യക്തിത്വത്തിൽ വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങി. അതോടൊപ്പം മാനസികമായി അവരുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് വർദ്ധിച്ചു. മാത്രമല്ല അവർക്ക് അവരുടെ സ്വപ്നങ്ങളിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. അവയെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. തൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അവരിൽ കൂടുതൽ ഉണ്ടാവാൻ തുടങ്ങി. ഇത്രയും വലിയ മാറ്റങ്ങൾ തൻ്റെ സ്പേസിനെ, വീടിനെ, ഓഫീസിനെ ടൈഡപ്പ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവാൻ തുടങ്ങി. ടൈഡപ്പ് ചെയ്തതിലൂടെ എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്ത്, അതായത് പങ്ക്ച്വലായി ചെയ്യാനും അവർക്ക് സാധിച്ചു. മാരി പറയുന്നു, ടൈഡപ്പ് ചെയ്യുന്നത്, അതായത് റൂം ക്ലീനിങ്, ഓർഗനൈസിങ്, ഇതെല്ലാം വളരെയധികം ടയേർഡാക്കുന്ന വർക്കാണ്, അതായത് ക്ഷീണിപ്പിക്കുന്ന വർക്കാണ്. പക്ഷേ ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. തുടക്കത്തിൽ ഇത് കഠിനമായി തോന്നിയേക്കാം. പക്ഷേ മെല്ലെ മെല്ലെ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ക്ഷീണവും നിരാശയും ഇല്ലാതായി തീരും. നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആകുന്നതിന് ടൈഡപ്പ് ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ നെഗറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് പോസിറ്റീവ് സ്റ്റേറ്റിലേക്കുള്ള യാത്രയാണ്. മാരി കോണ്ടോ പറയുന്നു, വിവാഹം പോലെ ടൈഡിങ് അപ്പും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. സന്തോഷകരമായ, സമാധാനപരമായ, പർപ്പസ്ഫുള്ളായ ഒരു ജീവിതത്തിലേക്കുള്ള ടേണിംഗ് പോയിൻ്റാണ് ടൈഡിങ് അപ്പ്. ചിലപ്പോൾ ഇതിനൊരു 6 മാസം വരെ എടുത്തേക്കാം. വിവാഹത്തിന് ശേഷം സെറ്റിലാവാൻ ഒരു 6 മാസമെങ്കിലും എടുക്കും. അതുപോലെ തന്നെയാണ് ഇതും എന്ന് മാരി കോണ്ടോ പറയുന്നു. എവിടെയാണോ നിങ്ങൾ ടൈഡിങ് അപ്പ് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്, ഓഫീസോ വീടോ അതല്ലെങ്കിൽ ബിസിനസ് പ്ലേസോ, അവിടെ വളരെ കൃതജ്ഞതാപൂർവം, നന്ദിയോടെ ടൈഡിങ് അപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വസ്തുക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അവയുടെ ഉപയോഗം കഴിഞ്ഞതാണെങ്കിൽ അവയോട് നന്ദി പറയണം. നന്ദി പറഞ്ഞ്, താങ്ക് യു പറഞ്ഞ് അതിനുശേഷം അവയെ മാറ്റുക. എന്താണോ സ്പേസിൽ വെക്കേണ്ടത് അവയെ നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ല രീതിയിൽ ക്ലീനാക്കി വെക്കുക.
കാരണം അവയെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാൻ തുടങ്ങും. ഇതിലൂടെ ടൈഡിങ് അപ്പ് പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാകും. ടൈഡിങ് അപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റിലേഷൻ കൂടുതൽ സുഖകരമാകും. റൂമിനകത്തേക്ക് കയറുന്നതിന് മുൻപ് തൻ്റെ ഷൂസിനോട് നന്ദി പറഞ്ഞ് അതിൻ്റെ കറക്റ്റായ സ്പോട്ടിൽ വയ്ക്കുന്നു. പിന്നീട് തൻ്റെ വീടിനെ ഗ്രീറ്റ് ചെയ്യുന്നു. തൻ്റെ വീടിനോട് ഒരു നല്ല റിലേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാരി പുറത്തുനിന്ന് കൊണ്ടുവന്ന എല്ലാ വസ്തുക്കളും അതിൻ്റേതായ സ്പേസിൽ വയ്ക്കുന്നു. അടുത്തത് മാരി പറയുന്നു ലെറ്റ് ഗോ. ലെറ്റ് ഗോ എന്നാൽ ഉപേക്ഷിക്കുക. എന്താണോ വേണ്ടാത്തത് അതിനെ ഉപേക്ഷിക്കുന്നത് അത്ര എളുപ്പമല്ല, പക്ഷേ അത് അത്യാവശ്യവുമാണ്. ടൈഡിങ് അപ്പ് പ്രോസസ്സിൻ്റെ ഒരു കഠിനമായ ഭാഗമാണ് ചില വസ്തുക്കളെ ഉപേക്ഷിക്കുക എന്നത്. മാരി ഇതിനായിട്ട് ചില ടിപ്സ് പറയുന്നു. അതായത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവയെ ഉപേക്ഷിക്കാൻ സാധിക്കും. വസ്തുക്കളെ മാറ്റുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ ഈ വസ്തുവിനെ എന്നാണ് വാങ്ങിയത്? എന്താവശ്യത്തിനാണ് വാങ്ങിയത്? ആ ആവശ്യം പൂർത്തിയായോ? ഈ വസ്തുവിൻ്റെ ഇപ്പോഴും എനിക്ക് ആവശ്യമുണ്ടോ? ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും നിങ്ങൾ അങ്ങനെ പല വസ്തുക്കളും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവയുടെ ആവശ്യം പോലുമില്ല. അവയിലെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്പേസ് ആ വസ്തുക്കൾ കാരണം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെ വീട്ടിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ആദ്യം പേഴ്സണൽ വസ്തുക്കളിൽ തുടങ്ങുക. അതിനുശേഷം ജനറൽ വസ്തുക്കൾ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ, അവയെ മറ്റാർക്കെങ്കിലും ഗിഫ്റ്റായി നൽകൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിൽ കൊടുക്കാൻ സാധിക്കും. ഡീക്ലട്ടർ ചെയ്യുന്നതിനായിട്ട് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ കുറച്ച് സമയം മാറ്റിവെക്കണം. എന്നിട്ട് അത്തരത്തിലുള്ള വസ്തുക്കളെ അന്വേഷിക്കുക, അവയെ മെല്ലെ മെല്ലെ മാറ്റുക. ഇതിലൂടെ നിങ്ങളുടെ ലീവിങ് സ്പേസ്, ജീവിതവും വിശാലമാവുകയും പ്രശാന്തമാവുകയും ചെയ്യും. നിങ്ങൾ വികസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലീവിങ് സ്പേസിലെ അനാവശ്യമായ വസ്തുക്കളെ മാറ്റുന്നതിലൂടെ നിങ്ങളുടെ അനാവശ്യമായ വിചാരങ്ങളെയും ഫീലിങ്സിനെയും മാറ്റുന്നത് എളുപ്പമാകും. ഇതിലൂടെ നിങ്ങളുടെ ജീവിതം സഹജവും സന്തോഷകരവുമാകുന്നു. ഫ്രണ്ട്സ്, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. തുടക്കത്തിൽ നമുക്ക് കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അത് മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിലും പല ചോദ്യങ്ങളുണ്ടാവും. മാറ്റണോ വേണ്ടയോ? പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവയെ അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞവയെ മാറ്റുന്നതിലൂടെ വളരെ നല്ല ക്ലാരിറ്റി ലഭിക്കാൻ തുടങ്ങും. പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാവാൻ തുടങ്ങും. നമ്മുടെ മനസ്സിൽ പഴയ കാര്യങ്ങളും പഴയ ഓർമ്മകളും നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്താണോ ഉള്ളത് അതുമായി കണക്റ്റഡ് ആണ്. നമ്മൾ ആ വസ്തുക്കളെ മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും അവയെ ഇല്ലാതാക്കാൻ സാധിക്കും. അതിലൂടെ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് ലഭിക്കാൻ തുടങ്ങും. സോ ടൈഡിങ് അപ്പ് എന്ന പുസ്തകത്തിൽ പറഞ്ഞ മെത്തഡുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.